സഹോദരൻ യഗസ്കേൽ പ്രവചനം 37 അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണാൻ കഴിയും. യഗസ്കേൽ പ്രവാചകനും ദൈവം കൊണ്ടുപോയിട്ട് അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ട് നിർത്തുകയാണ്. ഹല്ലേലൂയ. പ്രവാചകൻ അവിടെ നോക്കുമ്പോൾ അസ്ഥികളെല്ലാം തകർന്ന് കിടപ്പുണ്ട്, എല്ലാം ഉണങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ ഒരു പ്രതീക്ഷ അതിൻ്റെ അകത്തില്ല. പക്ഷെ ദൈവം പറയുകയാണ്, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രവാചകൻ എന്ത് ചെയ്തു? തകർന്ന് കിടന്ന അസ്ഥികളെ നോക്കി പ്രവചിച്ചപ്പോൾ തന്നെ അസ്ഥികളുടെ മേൽ അസ്ഥിയോടെല്ലാം വന്നു ചേർന്നു. അതിൻ്റെ മേൽ ഞരമ്പ് വന്നു, ത്വക്ക് വന്നു, മാംസം വന്ന് പൊതിഞ്ഞു. ഈ അടുത്ത് പറയണം, ദൈവം വീണ്ടും പറയണം, ഈ അസ്ഥികളെ പ്രവചിക്കാൻ പറഞ്ഞു. പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അസ്ഥികളുടെ മേൽ ജീവശ്വാസം വന്നു. ഹല്ലേലൂയ. അവർ എഴുന്നേറ്റ് സൈന്യമായിരുന്നു. ഇതേപോലെ ഞാൻ ഇവിടെ പറയാം, നിങ്ങളിപ്പോൾ തകർന്ന് കിടക്കുന്ന അവസ്ഥയാണോ? ഈ അസ്ഥികുണ്ടത്തെ പോലെ തകർന്ന അവസ്ഥയാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ സൈന്യമായിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര തകർന്ന് കിടക്കുന്ന വ്യക്തിയായാലും ശരി തന്നെ